നെക്സ്റ്റ് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ഇഫക്റ്റുകൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ, ഹോൾസ് ഇൻ ദ ഓസോൺ ലെയർ. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടുള്ളതാണ് ഓസോണിനെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ നിമിത്തം എങ്ങനെയാണ് ഈ ഓസോണിലെ ഹോൾസ് ഉണ്ടാവുന്നത്? ഓസോൺ ഏത് ലെയറിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? It is formed from oxygen and decomposed back to oxygen photochemically by various mechanisms. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താ? O3 ആണ് അല്ലേ? സോ ഫസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ഓസോൺ. ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് ഓക്സിജൻ അത് HNUവിൻ്റെ പ്രസൻസിൽ 242 നാനോമീറ്ററിലെ O+O ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം O2 ഈ ഒരു ഓനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് O3 ആയിട്ട് മാറുന്നത്. ഈ O3 ആണ് നമ്മുടെ ഓസോൺ. അപ്പോൾ ഫോം ചെയ്യണത് ഓക്സിജനിൽ നിന്നാണ്. അതുപോലെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ O3 220 നാനോമീറ്ററിൽ ഡീകമ്പോസ് ചെയ്തിട്ട് O2ഉം O ആയിട്ട് മാറുന്നു. പിന്നീട് ഈ Oയും വീണ്ടും ഓസോണിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O2+O2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഫോം ചെയ്യണതും ഓക്സിജനിൽ നിന്നാണ്, അത് ഡീകമ്പോസ് ചെയ്തിട്ടും ഓക്സിജനായിട്ടാണ് മാറുന്നത്. ഓസോൺ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉള്ളത്, അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 25 to 30 കിലോമീറ്റർ ഫ്രം ദ എർത്ത്. സോ ദിസ് ഓസോൺ വിച്ച് എൻവലപ്സ് ദ ലോവർ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ദ ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ അംബർല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നിർവഹിക്കുന്നുണ്ട്. എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഫോർ ദ ലിവിങ് ഓർഗാനിസംസ് ഓൺ ദ എർത്ത് എഗെയിൻസ്റ്റ് ദ ഹാംഫുൾ സോളാർ റേഡിയേഷൻസ് അല്ലേ? അതായത് ഓസോൺ ലെയർ സ്ട്രോങ്ലി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് അൾട്രാവയലറ്റ് ലൈറ്റിനെ ഇൻ ദ റീജിയൻ 220 to 330 നാനോമീറ്റർ, ആൻഡ് ദെർബൈ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ആനിമൽസ് ആൻഡ് ദ പ്ലാന്റ് ലൈഫ് ഓൺ എർത്ത് ഫ്രം സിവിയർ റേഡിയേഷൻ ഡാമേജ്. അതായത് വളരെ കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസ് മാത്രമേ എർത്തിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കിയുള്ള ഈ അൾട്രാവയലറ്റ് ഹാംഫുൾ റേഡിയേഷൻസിനൊക്കെ ഓസോൺ അംബർല അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഓസോൺ ഉള്ളതുകൊണ്ട് ഇറ്റ് ഓൾസോ വാംസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇറ്റ്സ് എക്സോതെർമിക് ഡീകമ്പോസിഷൻ ആൻഡ് ദെർബൈ മെയിൻറ്റെയിൻസ് ദ തെർമൽ ബാലൻസ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൂമിയിലെ തെർമൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടി ഓസോൺ ലെയർ നിർവഹിക്കുന്നുണ്ട്. ഈ ഓസോൺ ലെയറിലാണ് ഇപ്പോൾ ഹോൾസ് കണ്ടുവരുന്നത്. സോ ദ ഡിപ്ലീഷൻ ഓഫ് ദ ഓസോൺ ലെയർ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് ഈ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ സംഭവിക്കാനുള്ളത്? ഏതൊക്കെയാണ്? നമുക്കറിയാം, ക്ലോറോ കാർബൺസ് ആൻഡ് നൈട്രോജൻ ഓക്സൈഡ്സ്. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് എയർ പൊല്യൂട്ടൻസ് ആണ് ഹോൾസ് ഇൻ ദ ഓസോൺ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വേറെ സൈസിൽ ഉള്ള ഹോൾസ് ഓസോണിൽ ഉണ്ടാക്കുകയാണ്, ദെർബൈ ഫോമിങ് ഓസോൺ ഡിപ്ലീഷൻ. നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ അന്റാർട്ടിക്കയിലുണ്ടായ ഹോളിനെ കുറിച്ചിട്ടൊക്കെ മുൻപ് കേട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അന്റാർട്ടിക്കയിൽ ഒരു വലിയ ഹോളാണ് കാണപ്പെട്ടിട്ടുള്ളത്. About 30% of ozone depletion was discovered by scientists even in early 80s. ഈവൻ ഏർലി 80s തന്നെ 30% ഓസോൺ ഡിപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള അങ്ങനെ ഉണ്ടായ ഒരു ഹോള് അന്റാർട്ടിക്കയിലെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പല യൂറോപ്യൻ കൺട്രീസിലും ഇൻക്ലൂഡിങ് യു എസിൽ വരെ ഓസോൺ ഹോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ which are the major culprits responsible for this ozone depletion? As we have already seen, the major culprits are chlorofluorocarbons or freons and nitrogen oxides. ഈ കാർബൺസ് അല്ലെങ്കിൽ ഫ്രിയോൺസ് എന്ന് പറഞ്ഞത് CFCs എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് എവിടെ നിന്നാണ് വരുന്നത്? ഡംപ്ഡ് റെഫ്രിജറേറ്റേഴ്സിനും എയറോസോൾ പ്രൊപ്പലൻസ് എന്നൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല പല ലെയേഴ്സ് ഉണ്ട് അല്ലേ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലെ ഈ CFCസും നൈട്രോജൻ ഓക്സൈഡ്സും ഒക്കെ അത്ര ഹാനികരമായ കാര്യങ്ങളല്ല, അത്ര തന്നെ ഹാനികരമല്ല. പക്ഷേ അത് സ്ലോവ്ലി ഡിഫ്യൂസ് ചെയ്ത് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വളരെയധികം മാരകമായിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കുന്നു. അതായത് ഇത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസിനെ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
okay, by the action of this ultraviolet light, and this chlorine free radicals causes the ozone depletion. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടിരിക്കുന്ന ഇക്വേഷൻ തന്നെ മനസ്സിലാവും. CF2Cl2 ക്ലോറോഫ്ലോറോ കാർബൺസ് അത് യു വി ലൈറ്റിൻ്റെ പ്രസൻസിലെ Cl റാഡിക്കൽ ആയിട്ട് മാറുന്നു, പ്ലസ് CF2Cl റാഡിക്കൽ ആയിട്ട് മാറുന്നു. ഈ ക്ലോറിൻ റാഡിക്കലാണ് മെയിൻലി കോസസ് ദിസ് ഓസോൺ ഡിപ്ലീഷൻ. And these chlorine radicals immediately reacts with this stratospheric ozone, converting it into oxygen through a chain mechanism. അതായത് ഓക്സിജനിൽ നിന്നുമുണ്ടായ ഓസോണിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ക്ലോറിൻ റാഡിക്കൽസ് തിരിച്ച് ഓക്സിജൻ ആയിട്ട് തന്നെ മാറ്റുന്നു. നമ്മൾ നേരത്തെ കണ്ടു ഫോർമേഷനും ഡീകമ്പോസിഷനും ഓക്സിജൻ തന്നെയാണ് ഓസോണിൻ്റെ, അല്ലേ? അപ്പോൾ ഈ ക്ലോറിൻ റാഡിക്കൽസ് Cl റാഡിക്കൽ they reacts with this ozone, that is the O3, forming ClO radical and O2, and the ClO radical again can combine with this oxygen O, giving Cl radical and O2. അപ്പോൾ Cl radicals ഇങ്ങനെ ധാരാളമായിട്ട് ഈ റിയാക്ഷൻ വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. So this chlorine radicals are continuously generated. ഒരു ക്ലോറിൻ റാഡിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും ഇനഫ് ആയിട്ടുള്ള ക്ലോറിൻ റാഡിക്കൽസ് ആക്കി മാറുന്നു. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദേ കോസസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് ഓസോൺ. സോ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഈച്ച് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റഡ് ക്യാൻ കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് അപ് ടു 1 lakh ഓസോൺ മോളിക്യൂൾസ്. ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1 ലക്ഷം ഓസോൺ മോളിക്യൂൾസിനെ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. And a phenomenal depletion of the stratospheric ozone is being caused by the CFCs. അപ്പോൾ ഈ ക്ലോറോഫ്ലോറോ കാർബൺസ് ആണ് മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫെറിക് ഓസോണിൻ്റെ ഡിപ്ലീഷന് കാരണമാവുന്നത്. അടുത്തതായി നമ്മൾ വേറെ ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ടായി ഇല്ലേ, ഈ ഓസോണിനെ നശിപ്പിക്കുന്നത് ഏതായിരുന്നു? നൈട്രജൻ ഓക്സൈഡ്സ്. ഈ നൈട്രജൻ ഓക്സൈഡ്സ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയോ? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തണം, അവിടെയാണല്ലോ നമ്മുടെ ഓസോൺ ഉള്ളത്. അതായത് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ് ഉണ്ട്, അതൊക്കെ പറക്കുക സാധാരണ സ്ട്രാറ്റോസ്ഫിയറിലൊക്കെ ആയിരിക്കും. ആ സ്ട്രാറ്റോസ്ഫിയറിൽ പറക്കണ ഈ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഡയറക്റ്റ്ലി എക്സ്പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് വഴിയും ധാരാളം നൈട്രജൻ ഓക്സൈഡ്സ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്താം. ഇത് ധാരാളം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഓസോണിനായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെർബൈ കൺവേർട്ടിംഗ് ദിസ് ഓസോൺ ഇൻറ്റു oxygen and thereby causing large scale depletion of the stratospheric ozone. അപ്പോൾ ഓസോണിനെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ക്ലോറോഫ്ലോറോ കാർബൺ CFCs ഓർ ഫ്രിയോൺസ്, ആൻഡ് ദെൻ ദ നൈട്രജൻ ഓക്സൈഡ്സ്. ക്ലോറോഫ്ലോറോ കാർബൺസ് എവിടെ നിന്നാണ് വരുന്നത്? ഡംപ്ഡ് റെഫ്രിജറേറ്റേഴ്സിനും എയറോസോൾ പ്രൊപ്പലൻസ് എന്നൊക്കെയാണ്. നൈട്രജൻ ഓക്സൈഡ്സോ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ് ദാറ്റ് ഫ്ലൈ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയറിക് റീജിയൻ ആൻഡ് ഓൾസോ ഫ്രം ദിസ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്. അവിടെ നിന്നൊക്കെയാണ് നൈട്രജൻ ഓക്സൈഡ്സ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വന്ന് അങ്ങനെ അത് ക്ലോറിൻ റാഡിക്കൽസ്, അതായത് മെയിൻലി CFCs എന്നൊക്കെ ക്ലോറിൻ റാഡിക്കൽസ് ഉണ്ടാവുന്നു. ഈ ക്ലോറിൻ റാഡിക്കൽസ് ഡയറക്റ്റ്ലി ഓസോണിനായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഡയറക്റ്റ്ലി ഓക്സിജനാക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ ഇനി ഈ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ഡിപ്ലീഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാഡ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? സോ ദ ഫോർമേഷൻ ഓഫ് ദിസ് ഹോൾസ് ഇൻ ദിസ് ഓസോൺ അംബർല ക്യാൻ കോസ് സിവിയർ പ്രോബ്ലംസ്. എന്തൊക്കെയാണ്? ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് സണ്ണിൽ നിന്ന് നേരിട്ട് ഈ ഹോൾസിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു, അല്ലേ? അതായത് മെയിൻലി അൾട്രാവയലറ്റ് B റേസിനൊക്കെയാണ് ഈ ഓസോൺ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഈ അൾട്രാവയലറ്റ് B റേസാണ് മെയിൻലി സ്കിൻ ക്യാൻസറിന് കാരണമാവുന്നത്. അപ്പോൾ ഓസോണിന് ഹോൾ വന്നു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് B റേസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നു, അങ്ങനെ സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. Okay, and it is estimated that a 1% reduction in ozone may cause as much as 6% increase in skin cancer. 1% ഓസോണിലുണ്ടാവുന്ന കുറവ് 6% സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. And this exposure to this ultraviolet radiations can also cause leukemia, then breast cancer, then it can cause photokeratitis, cataract. അതായത് ഈ UV റേസിനെ നമ്മുടെ കോർണിയും ലെങ്സൊക്കെ ഇല്ലേ നമ്മുടെ കണ്ണിലെ, അതൊക്കെ അബ്സോർബ് ചെയ്യുന്നാൽ ഉണ്ടാവുന്നതാണ് കാറ്ററാക്റ്റും കെരാറ്റിറ്റിസൊക്കെ. അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ അഗ്രികൾച്ചറൽ ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ അൾട്രാവയലറ്റ് റേസ് വരുന്നതോടുകൂടി കുറയുന്നു.
ആൻഡ് ദെൻ ക്ലോറോഫിൽ കണ്ടൻറ്റ് ഓഫ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് സംഭവിക്കുന്നു. അങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കാൻ കാരണമാവുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ക്യാൻ കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് അക്വാട്ടിക് ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ റിസൾട്ട് ഇൻ സീരിയസ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ഓൺ ദ എർത്ത്. ഇതൊക്കെയാണ് മെയിൻലി ദ ഇമ്പാക്ട്സ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഡിപ്ലീഷൻ. ദെൻ വാട്ട് ഈസ് ദ റെമഡി ടു പ്രിവെൻറ്റ് ദിസ് ഓസോൺ ഡിപ്ലീഷൻ? അതായത് ഈ CFCയും നൈട്രജൻ ഓക്സൈഡ്സും ഒന്നും നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തരുത്. ടു സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി ദ യൂസ് ഓഫ് ദ CFCs. ഇപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ആർ കളക്റ്റീവ്ലി ഓൺ ദ ലുക്ക് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് CFCs. ഓക്കെ, അപ്പോൾ CFCs കുറയ്ക്കുക, അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നതും കുറയ്ക്കുക, മെയിൻലി സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തുന്നത് വളരെയധികം കുറയ്ക്കുക. ദെയർബൈ വി ക്യാൻ പ്രിവെൻറ്റ് ദ ഓസോൺ ഹോൾ ഡിപ്ലീഷൻ.